ആദ്യത്തെ ദിവസം മാത്രമല്ല, ഈ കഴിഞ്ഞ 5 ദിവസം 6ാമത്തെ ദിവസമാണ്. ഈ 5 ദിവസവും ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് കളക്ഷൻ കിട്ടിയിരിക്കുന്നു. ഫുട്സാളിലെ ഏറ്റവും വലിയ റെക്കോർഡ്. ഇപ്പോൾ ഇന്നലെ 15 ലക്ഷത്തോളം കവർ ചെയ്തു. ഇന്നലെ ഒരു ദിവസത്തെ അത് 2 ലക്ഷം 3 ലക്ഷം കൂടുതൽ കളക്ഷൻ വരുന്നതാണ്. അത് ഇപ്പോൾ ഫുട്സാളിലെ വിഷയം എന്ന് പറഞ്ഞാൽ പണം മേടിക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥയാണ്. കാരണം അതുപോലെയാണ്. പിന്നെ കുടുംബശ്രീയുടെ സ്റ്റോളുകളിൽ റെക്കോർഡ് കളക്ഷനാണ്, കച്ചവടമാണ്. പിന്നെ മറ്റ് നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്ക് അടക്കം എല്ലായിടത്തും ഒന്നിനൊന്ന് മെച്ചമാണ്. ആളുകളെല്ലാം നല്ലൊരു കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ ജനപങ്കാളിത്തം എന്ന് പറയുന്നതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. പക്ഷെ ഇത്രയും ജനങ്ങൾ അവിടെ എത്തിയിട്ടും എല്ലാവരും സഹകരിക്കുക. അതിനൊരു പോലീസിന്റെ പിന്നെ ഈ പറഞ്ഞ സെക്യൂരിറ്റി മെഷേഴ്സ് ഒന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. സ്വയം അവരെല്ലാം അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ച് ഈ ദിവസമായിട്ടും ഒരു തരത്തിലുള്ള ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ അവർ ഈ പരിപാടികളെല്ലാം സഹകരിക്കുന്നുണ്ട്. കലാപരിപാടികൾ നടക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ മുട്ടുസൂചിയിടാൻ സ്ഥലമില്ല. അതിന് ഞങ്ങൾ LED ബോളുകൾ 4 സൈഡും പിടിപ്പിച്ചിട്ടുണ്ട്. ആ LED ബോളുകൾ കാണാൻ വേണ്ടി തന്നെ ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ശാന്തമായി സമാധാനത്തോടെ ആദ്യാവസാനം എല്ലാം കണ്ട് വളരെ സന്തോഷിച്ചു. പാട്ടുപാടി ഡാൻസ് ചെയ്തു, ആഹ്ലാദിച്ചു. അങ്ങനെ ചെങ്ങന്നൂർ അങ്ങ് ഉത്സവ തൂപ്പിലാണ്, ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ്. അത് ഞാൻ ഇന്നലെ ഒരു പാട്ടിന്റെ 2 വരികൾ പാടി പറഞ്ഞല്ലോ. 1000 കണ്ണുമായി കാത്തിരുന്ന ഒരു നാട്, അല്ല 10,000 കണ്ണുമായി, അല്ല ഇന്നലെ നമ്മുടെ റിമീറ്റോയുടെ പാട്ട് ഇന്ന് വേറെ പാടി വിധു പ്രതാപിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 1000 കണ്ണല്ല 10,000 കണ്ണുമായി കാത്തിരുന്ന ഒരു ജനത. അതായത് ഈ വികസനത്തിന് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന ഒരു ജനത, സന്തോഷത്തിന് വേണ്ടി ആഹ്ലാദത്തിന് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന 1000 കണ്ണുമായി അല്ല 10,000 കണ്ണുമായി കാത്തിരുന്ന ജനതയുടെ മുമ്പിലാണ് ഈ ഒരു പൂ ചോദിച്ചപ്പോൾ 1000 പൂ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള മഹാഭാഗ്യം. അതിന് ചെങ്ങന്നൂര് കേരളത്തിലൊരു സ്ഥലത്ത് നടത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ്. ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട്. മീഡിയ വലിയ തരത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ സഹായിക്കണം. കാരണം ഇത് സഹായിക്കാന്ന് പറഞ്ഞാൽ ഒരു ദേശീയത ശരിക്കും ഞങ്ങൾ ഉയർത്തി. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ആൾ വരുന്നു, കേന്ദ്രഭരണ പ്രദേശ ആൾ വരുന്നു. അവരുടെ പക്ഷം ഇതെല്ലാം നമ്മുടെ മനുഷ്യനെ യോജിപ്പിക്കാൻ, ഐക്യപ്പെടുത്താൻ കഴിയുന്ന ഒരു വലിയ സന്ദേശമാണ്. അവിടെ ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, മറ്റ് ചിന്തകളൊന്നുമില്ല. എല്ലാവരും ഒരുമിപ്പിക്കുന്നു. അതിന് ചെങ്ങന്നൂർ പോലൊരു ചെറിയ പ്രദേശത്തിന് കഴിയുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. ഇത് ഏറ്റെടുക്കുമ്പോൾ എന്നോട് മന്ത്രി തന്നെ ചോദിച്ചു നടത്താൻ കഴിയുമോ. പക്ഷേ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ആ സ്റ്റേഡിയം തന്നെ റെഡിയാക്കി എടുക്കുന്നതിന് വലിയ പൈസ ചിലവായി ഇത്രയും ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി. എന്തായാലും നടത്തിയതിൽ ഏറ്റവും വൻ വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലായി ഈ സരസ് ഫെസ്റ്റിവൽ മാറുന്നു. എല്ലാവർക്കും ആഹ്ലാദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വസ്തുത. ഇനിയുള്ള ദിവസങ്ങളിലും തീർച്ചയായിട്ടും അതിൽ ഈ കലാപരിപാടി പ്രവർത്തനം ഓരോ ദിവസവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പരിപാടി നടന്നത്. ബഹുമാനപ്പെട്ട മോഹൻലാൽ വന്ന് തിരുകൊളുത്തി MP രാജേഷും കൂടി ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് തന്നെ നമ്മുടെ കേരളത്തിലെ സ്റ്റാറായിട്ടുള്ള സ്റ്റീഫൻ ദേവസിന്റെ പരിപാടിയിൽ തുടങ്ങിയത്. പിന്നെ റിമീറ്റോയുടെ പരിപാടി വന്നു, ജോസ്നയുടെ പരിപാടി വന്നു, വിധു പ്രതാപിന്റെ പരിപാടി വന്നു. എല്ലാം സ്റ്റാർ വാല്യുള്ള ആളുകളുടെ പ്രോഗ്രാമുണ്ട്. പിന്നെ നമ്മുടെ ചേർത്തല രാജേഷിന്റെ പരിപാടി ഇടക്ക് കൊടുത്തു. ഇന്ന് നമ്മുടെ ഷാജോൺ കലാഭവൻ ഷാജോന്റെ പരിപാടി ഇന്ന് നടക്കുന്നു. ഇന്ന് അവിടെ നിൽക്കാൻ പറ്റില്ല, അതുപോലെയാണ്. പിന്നെ ഇനി എല്ലാ ദിവസവും പരിപാടിയാണ്, വലിയ പരിപാടികളാണ്. 31-ാം തീയതി വരെ ആകെ ചെറിയ പരിപാടിയല്ല, 10 മണിക്ക് നമ്മൾ പരിപാടി ആരംഭിക്കും. 10 മണിക്ക് കുടുംബശ്രീക്കാരുടെ കലാപരിപാടികൾ ഒരു കോണിൽ നിന്ന് ആരംഭിക്കും. അത് ഏതാണ്ട് 5 മണി വരെ നിൽക്കും. ഇതിനിടയിൽ ഒരു വേദിയിൽ ആ കലാപരിപാടി നടക്കുമ്പോൾ മറ്റൊരു വേദിയിൽ സെമിനാറുകൾ, ചർച്ചാ ക്ലാസ്സുകൾ, ഒരുപാട് സാഹിത്യ സാംസ്കാരിക മേഖല പ്രതിഭകൾ വരുന്നുണ്ട്. 70 പ്രമുഖമായ ബുക്ക് സ്റ്റാളുകൾ വന്ന് പുസ്തക പ്രസാധകരുടെ ബുക്ക് സ്റ്റാളുണ്ട്. അവിടെ പുസ്തകം വായിക്കുന്നു. ഓരോ പുസ്തകത്തെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നു. പലരുടെയും പുസ്തക പ്രകാശനം നടക്കുന്നു. അങ്ങനെ വലിയൊരു പ്രോജക്റ്റ് അതിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പം വായനയും പഠനവും ചർച്ചകളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. കേരളത്തിലെ ഇന്ത്യയിലെ ആനുകാലികമായ എല്ലാ വിഷയങ്ങളോട് സെമിനാർ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ എല്ലാ പ്രമുഖന്മാരും വരുന്നുണ്ട് ആ ഒരു ഭാഗത്ത്. പിന്നെ മെയിൻ വേദിയിൽ കലാപരിപാടി നടക്കുന്നു. അപ്പോൾ 10 മണിക്ക് നമ്മൾ തുടങ്ങിയ രാത്രി 10 മണി വരെയും കലാപരിപാടികളും ചർച്ചകളും സെമിനാറുകളും അങ്ങനെ അങ്ങോട്ട് 3 വേദികളായിട്ട് നടക്കുകയാണ്. ഈ ഇടയിലാണ് സ്റ്റോളും ഭക്ഷണവും. പിന്നെ ചെങ്ങന്നൂരുകാർക്ക് നല്ല ആഹ്ലാദ മനസ്സുണ്ട്, ഒരു നല്ല മൂടുള്ളവരാണ്. അവർ ഇപ്പോഴും പാവങ്ങളാണ്. അവർക്ക് സന്തോഷിക്കാൻ കിട്ടിയ അവസരത്തിൽ അവർ കൂട്ടായി കുടുംബമായി എല്ലാവരും ഇപ്പം ഇറങ്ങിയിരിക്കുക. എൻ്റെ ആകെ പേടി ഈ ശനി ഞായറുമൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്നുള്ള പേടിയുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്ര ആൾ വരുമ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് നല്ല ആശങ്കയുണ്ട്. ഞാൻ ആ ആശങ്ക അനുസരിച്ച് ചില ക്രമീകരണങ്ങൾ ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. വൈകിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം വരുന്ന ആളിന് പെട്ടെന്ന് പോകത്തക്ക രൂപത്തിൽ എല്ലാം ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. റെസ്ട്രിക്ഷൻസ് ഈ ദിവസങ്ങളിൽ നിയന്ത്രണങ്ങളും ഒഴിവാക്കും. ഏതാ
നമ്മളെല്ലാം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള വലിയൊരു സംഭവമായി മാറി. അതിന് ഞങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനം, ടീം വർക്കാണ്. അതിപ്പോൾ MLA എന്നുള്ള എൻ്റെ ഒരു കഴിവ്, മഹത്തായ കഴിവെന്ന് ഞാൻ പറയുന്നത്. ഒരു ടീം, എല്ലാ ആളുകളുടെ സഹകരണം, എല്ലാവരും യോജിച്ചു. ഒരു ടീം വർക്കായിട്ട് ഞങ്ങൾ രംഗത്ത് വന്നു. ആ ടീമിൻ്റെ ഒരു വിജയം തന്നെയാണ് ഇത്.